ബനൂ ഇസ്രാഈല്യരുമായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹിജ്റ പോവുകയാണ്. എന്നാൽ പിന്നാലെ ഫിർഔനും പട്ടാളക്കാരും വരുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടലിൻ്റെ തീരത്തെത്തി. അപ്പോൾ മൂസാ നബിയുടെ അനുയായികൾ പറയുകയാണ്, അല്ലയോ നബിയെ, ഫിർഔനും അവൻ്റെ പട്ടാളവും പിന്തുടർന്ന് ഇതാ നമ്മളുടെ അടുത്ത് തന്നെ എത്തിയിരിക്കുന്നു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, പേടിക്കേണ്ടതില്ല, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മുഅ്ജിസത്തിൻ്റെ വടികൊണ്ട് ആ സമുദ്രത്തിനടിക്കുകയാണ്. അതാ സമുദ്രം രണ്ടായി പിളരുകയാണ്. സമുദ്രത്തിൻ്റെ നടുവിലൂടെ ഒരു പാത രൂപപ്പെടുന്നു. അങ്ങനെ ഇസ്രാഈല്യർ 12 വംശങ്ങൾ ആ പാതയിലൂടെ കടന്ന് അക്കരെ പറ്റി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അനുയായികളും അക്കരെ എത്തുന്നത് കണ്ട ഫിർഔൻ അനുയായികളോട് പറഞ്ഞു, ഈ പാതയിലൂടെ നിങ്ങളും കടന്നോളൂ എന്ന്. ഫിർഔനിൻ്റെ ആഹ്വാനം കേട്ട അനുയായികൾ ആ പാതയിലൂടെ ഇറങ്ങിത്തിരിച്ചു. നടന്ന് നടുക്കടലിലെത്തി. അപ്പോഴാണ് പ്രതീക്ഷിക്കാത്ത അപകടം സംഭവിക്കുന്നത്. ഒതുങ്ങി മാറി നിന്ന ജലധാരകൾ ഒന്നുചേർന്നു ഒത്തുകൂടി. ധിക്കാരിയായ ഫിർഔനും അവൻ്റെ അനുയായികളും നടുക്കടലിൽ വെച്ച് മുങ്ങിച്ചാവുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അനുയായികളും രക്ഷപ്പെട്ടതും ഫിർഔനും അനുയായികളും ശിക്ഷിക്കപ്പെട്ട് മുങ്ങിച്ചത്തതും ഈ വിശുദ്ധമായ ആശൂറാഇൻ്റെ ദിനത്തിലാണ്, മുഹറം 10-നാണ്. ഇതിന് നന്ദി സൂചകമായി ഇസ്രാഈല്യർ ഈ ദിനത്തിൽ നോമ്പെടുത്തു വന്നു. അതുപോലെ തന്നെ ഖുറൈശികളും മക്കയിലെ ജാഹിലിയ്യ കാലത്ത് തന്നെ പരമ്പരാഗതമായി നോമ്പെടുത്തു വന്നിരുന്നു. അഥവാ ഇസ്മാഈല്യർക്കും ഈ പതിവുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ വെച്ച് തന്നെ ആശൂറാ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. നബിതങ്ങൾ മദീനാവാസത്തിന് മുമ്പ് തന്നെ മക്കയിൽ വെച്ച് മുഹറം 10-ൻ്റെ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. പിന്നീട് അവിടുന്ന് മദീനയിലേക്ക് വന്നപ്പോൾ ഈ ദിവസത്തിൽ നോമ്പെടുക്കുകയും അനുയായികളോട് നോമ്പെടുക്കാനുള്ള ഉത്തരവിടുകയും ചെയ്തതായി കാണാം. അപ്പോൾ അനുയായികളോട് ആശൂറാ നോമ്പ് അനുഷ്ഠിക്കാൻ ഉത്തരവിട്ടത് മദീനയിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നതിന് ശേഷമാണ് ആശൂറാ നോമ്പ് അനുഷ്ഠിക്കാൻ തുടങ്ങിയത് എന്ന ധാരണ തെറ്റാണ്.